അല്ലാഹുവിന്റെ പ്രവാചകരായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രിയപ്പെട്ട സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത പാഠമാണ്. സ്വഹാബാ, നിങ്ങളുടെ കൂട്ടത്തിൽ സങ്കടം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, വിഷമത്തോടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, ദുഃഖത്തോടെ കടക്കുന്നവരുണ്ടെങ്കിൽ, രോഗിയായി കിടക്കുന്നവരുണ്ടെങ്കിൽ, വീടില്ലാതെ കിടക്കുന്നവരുണ്ടെങ്കിൽ, സ്വഹാബാ, അവർക്കൊക്കെ വന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദുആരക്കുമോ? സ്വഹാബാ, നിങ്ങൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിങ്ങൾക്ക് ഏത് വിഷമമുണ്ടോ, നിങ്ങൾക്ക് ഏത് സങ്കടമുണ്ടോ, ആ വന്നുപോയ വിഷമത്തിനും സങ്കടത്തിനല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹാരം തരുമെന്നാണ്. നിങ്ങൾ മറ്റുള്ളവന്റെ വിഷമം മാറാനും മറ്റുള്ളവന്റെ കണ്ണീര് മാറാനും നിങ്ങൾ ദുആരെന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അല്ലാഹു തആല മാറ്റുമെന്നാണ്. നിങ്ങളുടെ ദുഃഖങ്ങളും കഷ്ടപ്പാടൊക്കെ അല്ലാഹു മാറ്റുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നമുക്കും ഒരുമിച്ച് ദുആ ചെയ്തൂടെ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഉപ്പമാരോട് പറയാ, ഇന്ന് മുതൽ നിങ്ങൾ കിടന്നുറങ്ങുമ്പോഴാണോ, അതല്ല നിസ്കരിക്കുമ്പോഴാണോ, അതല്ല ഏത് സമയത്താണോ നിങ്ങൾ ദുആരക്കുന്നത്, ആ സമയത്ത് ആ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒന്ന് മനസ്സറിഞ്ഞുകൊണ്ടൊന്ന് ദുആരക്കാൻ പറ്റുമോ? എന്നാ നിങ്ങളാണ് സ്നേഹമുള്ളവർ, എന്നാ നിങ്ങളാണ് സന്തോഷമുള്ളവർ, എന്നാ നിങ്ങളാണ് പടച്ചവന്റെ മുമ്പിൽ വിജയിക്കുന്നവർ. അങ്ങനെ നിങ്ങൾ കടന്നു വന്നാൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങള് പടച്ച തമ്പുരാൻ എളുപ്പമാക്കുമെന്ന് പഠിപ്പിക്കുന്നത് ആരെന്നറിയുമോ? ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ സഹോദരങ്ങളോട്, എന്റെ സഹോദരിമാരോട് പറയാ, നിങ്ങളുടെ സങ്കടം മാറാൻ വേണ്ടി, നിങ്ങളുടെ പ്രയാസം മാറാൻ വേണ്ടി, നിങ്ങളുടെ ദുഃഖം മാറാൻ വേണ്ടി, നിങ്ങളുടെ കഷ്ടപ്പാട് മാറാൻ വേണ്ടി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ദുആരന്നാൽ നിങ്ങളുടെ കാര്യം എളുപ്പമാക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇല്ലേ? നിങ്ങൾക്ക് സങ്കടമുണ്ട്, നിങ്ങൾക്കും പ്രയാസമുണ്ട്, നിങ്ങൾക്ക് ദുഃഖമുണ്ട്. എന്നാൽ ആ ദുഃഖവും ആ പ്രയാസവും ഒക്കെ എല്ലാം ഉള്ളതിനോടൊപ്പം നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് വീട് എന്ന് പറയുന്നത്. ഇല്ലേ? മക്കളുമായി ഭാര്യയുമായി വീടിന്റെ അകത്തട്ടിൽ സ്വന്തമായൊരു വീടുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമാണ്, അതൊരു അന്തസ്സാണ്. ഭാര്യയും മക്കളും ഒരുമിച്ച് ആ വീട്ടിന്റെ അകത്തട്ടിലാണ് കിടക്കുന്ന എന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ, ആരും ഇറക്കി വിടില്ലല്ലോ. ഭക്ഷണം കഴിച്ചാലും വെള്ളം കുടിച്ചാലും പട്ടിണി കിടന്നാലും സ്വന്തം വീടാകുമ്പോ ആരും ചോദിക്കത്തില്ല, ആരും അന്വേഷിക്കത്തില്ല. ഉള്ളത് കൊണ്ട് പെരുന്നാൾ പോലെ ജീവിച്ചു പോകാം. വീടില്ലാത്തവന്റെ അവസ്ഥ അങ്ങനെയാണോ? വാടക മേടിക്കാനുള്ളവൻ ഇനി മഴയായാലും അല്ലെങ്കിലും വരും. അവൻ ഇനി ഉണ്ടാകട്ടെ ഇല്ലാതിരിക്കട്ടെ, ഇവർക്ക് കിട്ടേണ്ടുന്ന വാടക ഏതായാലും കിട്ടണമല്ലോ. ഇല്ലേ? അവർക്ക് അത് മാത്രമേ ഉള്ളൂ. ആ വാടക കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, ഒരുപാട് വേദനകളിലൂടെ, സങ്കടത്തിലൂടെയാണ് മനുഷ്യന്മാർ മുഴുവനും കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് ആത്മാർത്ഥപരമായിട്ട് ദുആരക്കണം. നിങ്ങൾ അങ്ങനെ ദുആ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലാഹു തആല എളുപ്പമാക്കി തരുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളെ കെട്ടിക്കാനുണ്ടാവും. ആ മക്കളെ കെട്ടിക്കാനുള്ളതിനോടൊപ്പം അല്ലേ വീടില്ലാത്ത ഒരാൾ, സങ്കടപ്പെടുന്ന ഒരാൾ, അല്ലാഹുവേ നമ്മളെ മുഴുവനും നീ കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, മനസ്സ് കൊടുത്തോ. മദീനത്തിന്റെ രാജകുമാരന്റെ റിസാലത്തിന്റെ അതരങ്ങളിലൂടെ അടർന്നു വീണ ഒരു വാക്കും ഇന്ന് വരെ പാഴായി പോയിട്ടില്ല. ഹബീബിന്റെ അതരത്തിലൂടെ അടർന്നു വീണ ഒരു വാക്കും ഇന്ന് വരെ പാഴായിട്ടില്ല. നിങ്ങൾ ദുആ ചെയ്യ്. നിങ്ങളുടെ പ്രശ്നം ഏതാണെന്ന് അല്ലാഹുവിന് അറിയാലോ. ആ പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു തരും. നിങ്ങളുടെ ഏത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നം അറിയുന്ന അല്ലാഹുവാണ്. അല്ലാഹുവിനറിയാം ആ ദുആ ചെയ്യുന്നവർക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന്, ഇന്ന സങ്കടമുണ്ടെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ആ സങ്കടങ്ങളും ആ പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റി തരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, നിറഞ്ഞ മനസ്സോടെ അല്ലാഹുവിലേക്കൊന്ന് മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലേ? നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ അല്ലാഹു നിങ്ങളെ സഹായിക്കും.
അള്ളാഹു നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. എന്തിനേറെ ഞാൻ നിങ്ങൾക്ക് അതിമനോഹരമായ ചരിത്രം പഠിപ്പിച്ചു തരാ. യാ അല്ലാ, കാൽമുട്ട് വേദനിക്കുന്നെന്ന് പറയുന്നവരുണ്ട്, കൈവേദനിക്കുന്നെന്ന് പറയുന്നവരുണ്ട്, ശ്വാസം മുട്ടുന്നവരെന്ന് പറയുന്നവരുണ്ട്. ശരീരം മുഴുവനും പൊട്ടിപ്പൊലിക്കുകയാണ്, ശരീരം മുഴുവനും വേദനിക്കുകയാണ് എന്ന് പറയുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ ഗാത്രം മനസ്സിൽ വെച്ച് ദുആ ചെയ്തു, അല്ലാ എന്റെ രോഗത്തെ മാറ്റണം അല്ലാ, എന്റെ സങ്കടത്തെ മാറ്റണം അല്ലാ, എന്റെ ദുഃഖത്തെ മാറ്റണം അല്ലാ. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു. എന്നാ നിങ്ങളുടെ വീടിന്റെ അകത്തട്ടിൽ നിങ്ങളുടെ ഉമ്മക്ക് രോഗമാണ്, നിങ്ങളുടെ ബാപ്പക്ക് രോഗമാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് രോഗമാണ്. അതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. സ്വന്തം കാര്യം മാത്രം, അവനവനിക്ക് അവനവന്റെ കാര്യം മാത്രം. അങ്ങനല്ലേ? അവനവനിക്ക് അവനവന്റെ കാര്യം മാത്രം, വേറൊരാളുടെ കാര്യം നോക്കൂല. വേറൊരു മനുഷ്യന്റെ കാര്യം നോക്കൂല, വേറെ ഒരു മനുഷ്യനെ പറ്റി ചിന്തിക്കേയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അതാ ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. ശരീരം മുഴുവനും രോഗാണ് എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോ നമ്മളിൽപ്പെട്ട പലരും പറയും, ഉസ്താദെ കാലിന്റെ മുട്ടെടുത്ത് അനക്കാൻ കഴിയുന്നില്ല. എന്ത് വേദന എന്നറിയോ, എന്ത് സങ്കടം എന്നറിയോ, അത്തഹിയാത്തിരിക്കാൻ കഴിയുന്നില്ല. സുരലോകമണിമുത്ത് നിറയുന്ന മലർമുത്ത് ആരംഭപ്പോമുല്ല അഴകി എല്ലാരും വാഴ്ത്തിപ്പാടും മധുഹിന്റെ നിറദീപം മുത്തൊളിനൂറുള്ള നബിയെ മുസ്തഫ സല്ലല്ലാഹ്. 14 രാവിനൊത്ത കതിർവട്ട മുഖവും കമറൊളി പോലെ ലെങ്കും നിറമുള്ള വജുഹും. 14 രാവിനൊത്ത കതിർവട്ട മുഖവും പകലൊളി പോലെ ലെങ്കും നിറമുള്ള വജുഹും. ആരും കൊതിച്ചു പോകും മദീനത്തെ മുത്തിനെ കാണുവാൻ കൊതിയാണ് കൽബിൽ ആശ പെരുത്താനേ. നിറവിൽ മണിമുത്ത് മഹബൂബെ ഒരു നോക്ക് കണ്ടിടാനും മനസ്സുള്ളിൽ കൊതിയാണേ. ജീവിതം മുത്തൊളിനൂറാണേ. മദീനയുടെ മുത്തിന്റെ സ്വഹാബത്തിന്റെ കഥകൾ അങ്ങനെ. അത് കേൾക്കാൻ ആഗ്രഹമില്ലാത്തവരെന്ന് ആരും ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടമാണ്. ഹബീബിനെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, വല്ലാത്ത മാധുര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനയിലാണ്. ഈ ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വേദനിക്കുകയാണ്. വേദനിച്ച് ശരീരം മുഴുവനും പൊട്ടിവലിക്കാൻ തുടങ്ങി. സങ്കടത്തോടെ ദുഃഖത്തോടെ നൊമ്പരത്തോടെ കടക്കുമ്പോൾ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഒരാൾ നിസ്കാരം കഴിഞ്ഞിട്ട് കടന്നു വരികയാണ്. നിസ്കാരം കഴിഞ്ഞ് കടന്നു വരുന്ന ആ മനുഷ്യനോട് ചോദിച്ചു പോവുകയാണ്, അല്ല നിങ്ങൾ എന്തേ ഇവിടെ നിൽക്കുന്നത്? ഉടൻ തന്നെ ഇവിടെന്ന് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ശരീരം മുഴുവൻ വേദനയാണ്, ശരീരം മുഴുവനും നൊമ്പരമാണ്, ശരീരം മുഴുവനും ദുഃഖമാണ്. വേദന കൊണ്ട് പിടഞ്ഞുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. അതുകൊണ്ടൊന്ന് ദ്വാരക്കുമോ, അതുകൊണ്ടൊന്ന് സംരക്ഷിക്കുമോ? ഉടൻ തന്നെ രോഗിയായിരിക്കുന്ന ചെറുപ്പക്കാരനോട് മസ്ജിദുൻ നബവിയുടെ അകത്തട്ടിൽ നിന്ന് കടന്നു വന്ന ആള് പറഞ്ഞു, മോനെ, നിന്റെ പ്രയാസങ്ങളും നിന്റെ രോഗങ്ങളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരണോ? നിന്റെ രോഗങ്ങളും നിന്റെ പ്രയാസങ്ങളും നിന്റെ സങ്കടങ്ങളെല്ലാം അല്ലാഹു തആല മാറ്റിത്തരണോ? അതിനെന്ത് വേണമെന്നറിയുമോ? അതിനെന്ത് വേണമെന്നറിയുമോ? മറ്റുള്ളവനിക്ക് വേണ്ടി ദുആരന്നാൽ, മറ്റുള്ളവന്റെ സങ്കടം മാറ്റിയാൽ, മറ്റുള്ളവന്റെ ദുഃഖം മാറ്റിയാൽ, മറ്റുള്ളവന്റെ ആവലാതിയും വേവലാതിയും അത് പറഞ്ഞുകൊണ്ട് റബ്ബിനോട് നീ ഒന്ന് ദുആ ചെയ്താൽ അല്ലാഹുവേ, അല്ലാഹു നിന്റെ പ്രയാസം മാറും. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു വയോവൃദ്ധയായ ഉമ്മയെ കാണുന്നത്. മോനെ, ഉമ്മാന്റെ കാല് വേദനിക്കുകയാണ്, നിന്റെ നിസ്കാരത്തിലൊന്ന് ദുആരക്കുമോ? ഉമ്മാന്റെ കാല് വേദനിക്കുന്നുണ്ട്, മോന്റെ നിസ്കാരത്തില് ഒന്ന് ദുആരക്കണം.
ആ നിസ്കാരത്തിൽ നീ ദുആ ചെയ്യ, അല്ലാഹു സ്വീകരിച്ച് എന്റെ രോഗം മാറി. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യ്, എനിക്ക് വേണ്ടി ആത്മാർത്ഥപരമായി ദുആ ചെയ്യ്. നീ അങ്ങനെ ദുആ ചെയ്താൽ മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മ എന്റെ ശരീരം മുഴുവനും വേദനിക്കുകയാണ്, എന്റെ ശരീരം മുഴുവനും നൊമ്പരമാണ്. എന്നാലും അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ദുആരക്കാം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആരക്കാം എന്ന് പറഞ്ഞ് നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് അവിടെ നിന്ന് ദുഹർ നിസ്കാരം കഴിഞ്ഞ് ഈത്തപ്പന മരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നുകൊണ്ട് ദുആരന്നു. അല്ലാഹ് എന്നോട് ദുആ ചെയ്യാൻ പറഞ്ഞ ഉമ്മക്ക് വല്ലാത്ത രോഗമാണ് റബ്ബേ, വല്ലാത്ത സങ്കടമാണ്. ആ പ്രിയപ്പെട്ടവരുടെ രോഗത്തിന് ശമനം കൊടുക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്യുകയാണ്. മൂന്നാമത്തെ ദിവസം ഈ ചെറുപ്പക്കാരെ ഉമ്മയെ തിരക്കി വരുമ്പോൾ ആ ഉമ്മ ഈ ചെറുപ്പക്കാരനെ തിരക്കി വരികയാണ്. പറഞ്ഞു, മോനെ എന്റെ രോഗം അല്ലാഹു മാറ്റിയത് എങ്ങനെയെന്നറിയുമോ? ഞാൻ നിനക്ക് വേണ്ടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു എന്റെ രോഗത്തെ മാറ്റി തന്നു. ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരൻ നിറകണ്ണുകളോടെ പറഞ്ഞു, ഉമ്മാ എന്നാ നിങ്ങൾ എനിക്ക് ദുആ ചെയ്തപ്പോൾ ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആരന്നു. അങ്ങനെ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ രോഗത്തിനെയും മാറ്റി തന്നിരിക്കുകയാണ്. നിങ്ങൾ ദുആ ചെയ്തപ്പോൾ, നിങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് എന്റെ രോഗം മാറി, എന്റെ രോഗം മാറി. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, നിങ്ങളുടെ കൂട്ടുകാരിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി നിങ്ങൾ ദുആരക്കുമ്പോൾ അതിലൊന്നുകൂടെ മനസ്സിലാക്കണം, നിങ്ങളുടെ രോഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശമനം തരുമെന്ന്. നിങ്ങളുടെ രോഗത്തിന് അല്ലാഹു തആല ശമനം തരും. അതിനെന്ത് വേണം? മനസ്സറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥപരമായി നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, നല്ല നിറദീപത്തോടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ചോദിക്കുമ്പോൾ മറ്റുള്ളവന്റെ സങ്കടം എടുത്തു വെക്കണം, മറ്റുള്ളവന്റെ വേവലാതി എടുത്തു വെക്കണം. അതുകൊണ്ടാണല്ലോ അവിടെ നിന്ന് ബഹുമാനപ്പെട്ട മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട പ്രിയത്തോടനായ സയ്യിദുനാ അലിയൽ കറമഹുല്ലാഹ് അവിടെ നിന്ന് ഭാര്യയ്ക്ക് വേണ്ടി കൊണ്ടുവരാൻ വേണ്ടി സാധന സാമഗ്രികളുമായി കൊണ്ടുവരുമ്പോൾ വഴിയോരത്ത് വെച്ച് കണ്ടുപോയ ആളിന്റെ അതങ്ങ് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേദന ഉള്ളപ്പോൾ എന്തേ നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ വരുമ്പോ വെറും കൈയോടെ പറഞ്ഞു വിടരുത്. 1 രൂപയാണെങ്കിലും 2 രൂപയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ കൊടുത്തിട്ട് പറയണം, പൊരുത്തപ്പെടണേ. ആ ഒരൊറ്റ രൂപയിലാണ് നിങ്ങളുടെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നത്. നിങ്ങൾക്കറിയുമോ, ഇതേ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു വേള മസ്ജിദ് നബവിയുടെ അകത്തട്ടിലേക്കൊന്ന് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകരുടെ മുമ്പിൽ കടന്നു വന്നുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, നബിയേ ഞാനങ്ങ് കച്ചവടത്തിന് വേണ്ടി കടന്നു പോവുകയാണ്. അള്ളാന്റെ പ്രവാചകരെ ഒന്ന് ദുആരക്കുമോ? അന്നവിടം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കച്ചവടത്തിന് വേണ്ടി പ്രവാചകർ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം മുസ്തഫ നബി തങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി. നബിതങ്ങൾ അങ്ങ് കരയാൻ തുടങ്ങി. സ്വഹാബത്ത് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് എന്തിനാണ് കരയുന്നത് നബിയേ? എന്തിനാണ് വേദനപ്പെടുന്നത് നബിയേ? ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, സ്വഹാബാ എന്റെ മുമ്പിൽ മലക്കുൽ മൗത്ത് കടന്നു വന്നു, എന്റെ മുമ്പിൽ മലക്ക് ജിബ്രീൽ കടന്നു വന്നു. കടന്നു വന്നുകൊണ്ട് പറയുന്നു, റസൂലല്ലാഹ് അവിടത്തെയുടെ മുമ്പിൽ നിന്ന് കടന്നു പോയ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഇനി ജീവനോടെ വരില്ല നബിയേ, ഇനി മരിച്ചിട്ട് മയ്യിത്താണ് കൊണ്ടുവരുന്നത് റസൂലല്ലാഹ്. ഇത് കേട്ടപ്പോ കരഞ്ഞു പോയി. കാരണം എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ എഴുതിയിട്ട് എല്ലാ സമ്പത്തും കോരിച്ചൊരിഞ്ഞു കൊടുത്തവരാണ്. ചില ആളുകൾ അങ്ങനെയാണ്, ദീനിനെ വല്ലാതെ സ്നേഹിക്കുന്നവരാ. തന്റെ സ്വത്തിന് അള്ളാഹ് തന്റെ സ്വത്തിന്റെ ഒരു ഭാഗം ദീന് പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, ദീന് പഠിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, ആലിമീങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, ഉസ്താദുമാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്, മദ്രസ ഉസ്താദുമാർക്ക് വേണ്ടി കൊടുക്കുന്നവരാണ്.
അങ്ങനെയുള്ള എത്രയോ ആളുകളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു അവിടുന്നതാ കടന്നു വരാൻ സമയമായപ്പോൾ റസൂലുള്ള കരഞ്ഞു. കാരണം എന്താ? ഇനി ജീവനോടെ വരില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ കാത്തു നിൽക്കുമ്പോൾ അതാ കടന്നു വരുന്ന വിദൂരത്തുനിന്ന് സയ്യിദുനാ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, അല്ല അബ്ദുറഹ്മാൻ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചോ? ഇല്ല നബിയെ, പറയത്തക്ക ഒന്നുമില്ല ഹബീബേ. പക്ഷേ റസൂലല്ലാഹ്, പക്ഷേ നബിയേ, ഹബീബല്ലാഹ്, ഒന്ന് മാത്രമാണ് സംഭവിച്ചു പോയത്. അതേതെന്നറിയോ നബിയേ? അവിടെ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ കടക്കുകയാണ്, എന്റെ കൂടെ കച്ചവടത്തിന് വന്നവര് പറഞ്ഞു പോയി, അബ്ദുറഹ്മാൻ വിശക്കുന്നുണ്ട്, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല അബ്ദുറഹ്മാൻ, അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തരുമോ, എന്റെ വിഷമം ഒന്ന് മാറ്റുമോ എന്ന് പറഞ്ഞ് സ്വഹാബത്ത് പറയുമ്പോ പ്രവിശാലമായ മരുഭൂമിയാണ്, അവിടെ ഒന്നും കാണാനില്ല. അങ്ങനെ വിദൂരത്തേക്ക് നോക്കുമ്പോൾ ഒരു വീട് കാണുകയാണ്. ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ആ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, ആ വീടിന്റെ വാതിൽ ചെന്നുകൊണ്ട് മുട്ടുകയാണ്. ആ സമയമാണ് വയോവൃദ്ധയായ ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മ ചോദിച്ചു, ആരാണ്? ഞാൻ അബ്ദുറഹ്മാനാണ്, മുസ്തഫ നബി തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബത്താണ്. ഉമ്മ, ഞങ്ങൾക്ക് വിശക്കുന്നു ഉമ്മ, ഇവിടെ ഭക്ഷണം വെക്കാനൊന്നുമില്ല മക്കളെ. വേണ്ട ഉമ്മ, ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പടച്ചവനെ, ആ ഉമ്മ അവിടെ നിന്നെല്ലാം മേടിച്ചു കൊണ്ടുപോയി. മുത്തുനബിന്റെ അനുയായികളാണെന്ന് പറഞ്ഞപ്പോ മനസ്സിന് വല്ലാത്ത കുളിർമഴ പെയ്യുകയാണ്, മനസ്സിന് വല്ലാത്ത സന്തോഷം തരികയാണ്. അവിടുന്ന് പടച്ചവനെ, അവിടുന്ന് പ്രിയപ്പെട്ട ഉമ്മ വളരെ പെട്ടെന്ന് ഭക്ഷണം വെച്ചുകൊണ്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും പ്രിയപ്പെട്ടവരെയും വിളിക്കുകയാണ്. എല്ലാവരും കടന്നു വരുന്നു, എല്ലാവരും കടന്നു വരികയാണ്. എല്ലാവരും കടന്നു വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മുത്തുനബിയോട് പറയാ, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയേ, ഹബീബായ നബിയേ, ഞാൻ അവിടെ നിന്ന് ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഇത്രയും വയസ്സായവരാ നിങ്ങൾ, എങ്ങനെയാണ് നിങ്ങൾ ഭക്ഷണം വെച്ചത്? എങ്ങനെയാണ് നിങ്ങൾ അവിടെ നിന്ന് കടന്നു പോയത്? എങ്ങനെയാ നിങ്ങൾ പാവപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാ ഇങ്ങനെ ചെയ്തുകൊണ്ട് കടന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ പറഞ്ഞു, മോനെ, ഞാനല്ല ഭക്ഷണം വെച്ചത്, ഞാനല്ല ഭക്ഷണം വെച്ചത്. എന്റെ വീടിന്റെ അകത്തട്ടില് ബാപ്പയില്ലാത്ത രണ്ട് അനാഥ പെൺമക്കളുണ്ട്. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം കഴിച്ചു വിടാൻ പറ്റാത്ത രണ്ട് അനാഥ മക്കളുണ്ട്. ഇതുപോലെ എത്രയോ വീടിന്റെ ചാരത്ത് അനാഥ മക്കളുണ്ട്. യതീം എന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പോ സഹിച്ച്, യതീം എന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പു സഹിച്ച്, കീറിപ്പറിഞ്ഞ മുഷിഞ്ഞോരുടുപ്പിൽ ഞാൻ ഏറെ നാളായി ഞാൻ നാണം മറച്ച്, ആട്ടമില്ലൊറ്റ പാട്ടില്ലെനിക്ക്, കൂടെ കളിക്കാൻ ഒരാളില്ലെനിക്ക്, യതീമെന്നെ പലരും വിളിച്ച് എത്ര രാവിൽ വിശപ്പു സഹിച്ച്. എത്രയോ പാവപ്പെട്ട അനാഥ മക്കളുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു നബിയേ, ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് നബിയെ. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവന്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, സ്വഹാബാ, നിങ്ങളിൽ ആരാണ് ബാപ്പയില്ലാത്ത ഈ പെൺമക്കളെ ആരാണ് വിവാഹം കഴിക്കാൻ കടന്നു വരുന്നത്? അങ്ങനെ കടന്നു വന്നാൽ എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാം സ്വഹാബാ.
എന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവർക്ക് തരാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ പറയുമ്പോൾ രണ്ട് സ്വഹാബത്തങ്ങൾ എഴുന്നേറ്റ് നബിയേ, രണ്ട് സ്വഹാബത്തങ്ങൾ എഴുന്നേറ്റ് നബിയേ. ആ രണ്ട് പ്രിയപ്പെട്ട സ്വഹാബത്ത് അവിടെ അവരെ നിക്കാഹ് ചെയ്യാ ഒരുങ്ങി. യാ റസൂലല്ലാഹ്, ഇതല്ലാതെ ഒന്നും ഞാൻ ചെയ്തില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവരൊറ്റ കാരണം കൊണ്ടാണ് അല്ലാഹുവേ മലക്കുകൾ പോലും പറഞ്ഞു പോയത് നിങ്ങളുടെ മയ്യത്ത് വേടിക്കാൻ കാത്തിരിക്കാനാണ്. പാവങ്ങളെ സഹായിച്ചപ്പോൾ, അനാഥ മക്കളെ സഹായിച്ചപ്പോൾ അല്ലാഹുവേ നിങ്ങളുടെ ജീവിതം അല്ലാഹു തിരികെ നൽകി. അല്ലാഹുവേ ആരോരുമില്ലാത്തവരെ സഹായിക്കുമ്പോൾ അല്ലാഹു നിങ്ങളെ സഹായിക്കും. അല്ലാഹു നിങ്ങളുടെ കണ്ണീര് മാറ്റും. അല്ലാഹു നിങ്ങളുടെ വിഷമങ്ങൾ മാറ്റും. അല്ലാഹു നിങ്ങളുടെ ദുഃഖങ്ങൾ മാറ്റും. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ സങ്കടത്തിലും മറ്റുള്ളവരുടെ വിഷമത്തിലും ചേരാൻ മനസ്സ് വരണമെങ്കിൽ അത് ഖൽബിയായിട്ടുള്ളൊരു ബന്ധം വേണം. അല്ലാഹുവേ അവർക്ക് നല്ലൊരു മനസ്സുണ്ടാകണം. നല്ലൊരു മനസ്സുള്ളവനിക്ക് അവന്റെ സങ്കടങ്ങൾ അറിയാൻ പറ്റൂ. നല്ല മനസ്സുള്ളവനിക്ക് മറ്റുള്ളവന്റെ കണ്ണീര് കാണാൻ പറ്റൂ. നല്ല മനസ്സുള്ളവനിക്ക് അവനെ വന്ന് കൈപിടിച്ച് ഉയർത്തണമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് വേണ്ടി ദുആ ചെയ്ത് മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരുടെ ദുഃഖം അറിഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗത്തിന്റെ ആനുകൂല്യം തരട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണം പടച്ചവനെ, അർഹമായ പ്രതിഫലം തരണേ അല്ലാഹ്. ജീവിതത്തിൽ പലരും പല സങ്കടമുള്ളവരുണ്ട്, പല പ്രയാസമുള്ളവരുണ്ട്, പല ദുഃഖമുള്ളവരുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും കണ്ണീരുകളെല്ലാം നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. പടച്ച റബ്ബേ, റഹീമായ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, അച്ചവനെ ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ എല്ലാവരുടെ സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ അല്ലാഹ്. എല്ലാവരുടെ ദുഃഖങ്ങളും നീ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, സങ്കടങ്ങളുള്ളവർ, വിഷമങ്ങളുള്ളവർ, അങ്ങനെ പലതുമുണ്ട് റബ്ബേ. ആർക്കൊക്കെ എന്തെല്ലാം മനസ്സിന്റെ ഉള്ളിൽ നൊമ്പരങ്ങളുണ്ടെന്ന് നിനക്കറിയാം അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഉമ്മാടെ നാളെ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഉമ്മാക്ക് സ്കാനിങ്ങിൽ കുഴപ്പമില്ലാതെ വിഷമങ്ങളില്ലാതെ സങ്കടങ്ങളില്ലാതെ മുന്നോട്ട് കടന്നു പോകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ആരെല്ലാം എന്തെല്ലാം ആഗ്രഹങ്ങളാണോ മനസ്സിന്റെ ഉള്ളിൽ നീയത്ത് വെച്ചുകൊണ്ട് ദ്വാരക്കാൻ പറഞ്ഞത്, അല്ലാഹുവേ ഒരാളെയും നീ പാഴാക്കല്ല അല്ലാഹ്. ഒരു ഉമ്മയുടെയും ഒരു ഉപ്പയുടെയും മക്കളെ കഷ്ടപ്പെടുത്തല്ല പടച്ചവനെ. കണ്ണീരിലും സങ്കടത്തിലും ആക്കല്ല അല്ലാഹുവേ. വേദനകൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. ദുഃഖങ്ങൾ കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ല പടച്ചവനെ. യാ അല്ലാഹ്, മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين.